വീടിന് നല്ല ഭംഗിയുണ്ട്. എൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റാ. രാഹുൽ, നീ ഇതുവരെ പാക്കിംഗ് തുടങ്ങിയില്ലേ? 5 minutes എല്ലാം പാക്ക് ചെയ്തേക്കാം. അതാരാ? എൻ്റെ ഭാര്യ ദീപു. നിന്റെ കല്യാണം കഴിഞ്ഞതാണോ? ഒഫീഷ്യലായില്ല, എന്നാൽ ഞങ്ങളുടെ ബന്ധം അങ്ങനെയാ. നിന്റെ വിജയത്തിനെല്ലാം കാരണം ഇവളല്ലേ? ശരിക്കും ഇവക്ക് വേണ്ടി നീ ബിസിനസ് നിർത്തി പോവുക? വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ നിനക്കത് മനസ്സിലാവില്ല. ബസ് എപ്പോഴാ? 10:30. ഹാപ്പി ജേണി. നീ എന്ത് ബിസിനസ് ചെയ്താലും ഈ പാർട്ട്ണറെ മറക്കരുത്. അന്ന് നീ ചോദിച്ച പൈസയും കേക്ക് നന്ന് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴാണ് നീ ചോദിച്ച പയ്യന്നൂർ ലാൻഡ് പേപ്പർ എനിക്ക് ഓർമ്മ വന്നത്. അതെടുത്ത് നിനക്ക് തരാൻ ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പോഴും നീയും ദീപവും താഴെ കിടക്കുമായിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. നീ കോമയിലായിരുന്നു. ദീപ് സ്പോട്ടിൽ തന്നെ മരിച്ചു. നിങ്ങൾക്ക് എങ്ങനെയാ അവനെ പരിചയം? എൻ്റെ കളിക്കൂട്ടുകാരനാ. ഞങ്ങൾ രണ്ടാളും ചേർന്നാണ് ബിസിനസ് ചെയ്യുന്നത്. നീ രാഹുലിനെ കണ്ടത് അവസാനമായി എപ്പോഴാ? ആ സംഭവത്തിന് 1 മണിക്കൂർ മുമ്പ് രാഹുലിന് പൈസ കൊടുക്കാൻ പോയിരുന്നു. എത്ര? 30 lakhs. നീ അവന് ഹോസ്പിറ്റലിലാക്കുമ്പോൾ പൈസ ഉണ്ടായിരുന്നോ? അറിയില്ല. പൈസ കൊടുത്തതിന് ശേഷം രാഹുലിൻ്റെ അടുത്ത് എന്തിനു പോയി? പൈസയുടെ കൂടെ ഒരു കേക്കും കൊടുത്തിരുന്നു. ആ കേക്ക് കവറിലായിരുന്നു എൻ്റെ ഫോൺ. രാത്രി അവൻ ഹൈദരാബാദിൽ പോകുന്നതിനാൽ ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ പോയിരുന്നു. ഈ കുട്ടി ഏതാ? എനിക്കറിയില്ല. അന്നാണ് അവളെ ആദ്യമായി കാണുന്നത്. ഏതോ ഒരു കാരണമുണ്ട് നീ ആ സ്ഥലം വിൽക്കാതിരുന്നതിന്. അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലം പോലീസിനോട് പോലും പറയാതിരുന്നത്. ഞാൻ കരുതിയ പോലെ തന്നെ അവിടെ നിന്നൊരു ഡെഡ് ബോഡി കിട്ടി. ഈ കുട്ടി ഏതാ? അതൊരു വെടിയാ. അന്ന് രാത്രിക്ക് വേണ്ടി വിളിച്ചതാ. നിങ്ങളെ ആക്രമിച്ച ആളെ നിങ്ങൾ കണ്ടോ? ഇല്ല. കർച്ചീഫ് കൊണ്ട് മുഖം മറച്ചിരുന്നു. എന്തിനാ ആക്രമിച്ചത്? അറിയില്ല. ഒരുപക്ഷെ കക്കാൻ വന്നതായിരിക്കും. ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഞാൻ അവളെ ബസ് സ്റ്റാൻഡിൽ ആദ്യം കാണുന്നേ. അതല്ലാതെ വേറൊന്നും അറിയില്ല. നീ അവളെ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്? അതെ. അവളുടെ ബാഗ് നിന്റെ വീട്ടിലെങ്ങനെ എത്തി? ഞാൻ അവളോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് കാണുമ്പോഴേ അവളുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു. എങ്കിൽ കള്ളൻ നിന്റെ 30 ലക്ഷം രാഹുൽ തന്നത് കൊണ്ടുപോയി. ക്രൈം മോട്ടീവ് പൈസ തട്ടാൻ തന്നെ. ഈ രാഹുൽ ആരാ? നിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പാർട്ട്ണർ. എനിക്ക് പാർട്ട്ണറില്ല. ഞാൻ ഒരു ബിസിനസ്സും ചെയ്യാറുമില്ല. അന്ന് വീട്ടിലുണ്ടായിരുന്നതും 5 ലക്ഷം മാത്രം. ഏത് 30 ലക്ഷം? അതും ആരും തന്നതല്ല. നീ ഇവിടെ എത്ര നാളായിട്ടുണ്ട്? വന്ന് 3 ദിവസമായി. രാഹുലിന് മെമ്മറി ലോസ് ഉണ്ട്. എനിക്ക് മനസ്സിലായത് വെച്ച് നോക്കുമ്പം ആ പെണ്ണോ അവനോ ഈ രാഹുലിൻ്റെ കൂടെ ചെയ്ത റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനെ കുറിച്ചോ ഒന്നും ഓർമ്മയില്ല. അതുകൂടാതെ പലതും അയാൾ മറന്നുപോയിട്ടുണ്ട്. എന്നാൽ അത് നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളായതിനാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മെമ്മറി ലോസ് ആണെങ്കിൽ ഒന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ. അയാളുടെ ഭാര്യ വെടിയെന്ന് പറയുന്നു, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇതെന്താ അതുപോലെ തന്നെ ഞാൻ 30 ലക്ഷം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഇതെല്ലാം എങ്ങനെ പറയാനാവുന്നു? ഒരുപക്ഷെ അത് കളവാണെങ്കിലോ? അയാൾ കളവ് പറയുന്നു. യെസ്,
അയാൾ കളവാണ് പറയുന്നത്. എന്നാൽ അത് അറിഞ്ഞുകൊണ്ടല്ല. കൺഫാബുലേഷൻ, സിംറ്റം ഓഫ് അണ്ടർലൈങ് ഡിസോർഡർ. ഇത് ബ്രെയിൻ ഡാമേജായി മെമ്മറി ലോസ് വന്ന് വല്ലാതെ സീരിയസ് ആയ ഒരാളാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുക. അയാൾക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അയാൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് അയാൾ റെസ്പോണ്ട് ചെയ്യുക. അതാണ് ശരിയെന്ന് അയാൾ കരുതുക. നമ്മൾ അയാളോട് സത്യം പറഞ്ഞാൽ? നിങ്ങൾക്ക് ഏത് ഫുഡാണ് ഇഷ്ടമല്ലാത്തത്? ഫിഷ്. ഇപ്പോൾ ഞാൻ നിങ്ങൾ കരിമീൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? എനിക്കറിയാം ഞാൻ കഴിക്കില്ലെന്ന്. എങ്ങനെ അറിയാം? എനിക്കതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. സി, യു ഹാവ് എ മെമ്മറി ഓഫ് ഇറ്റ്. നിങ്ങളുടെ ഓർമ്മയിലുള്ളത് കൊണ്ടാണ് കഴിച്ചെന്ന് പറഞ്ഞാലും സമ്മതിക്കാത്തത്. രാഹുലിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. അയാൾക്ക് മാത്രമായ ഒരു മെമ്മറി ഉണ്ട്, അത് മാത്രമേ അയാൾ വിശ്വസിക്കൂ. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദോസ് ആർ ഫോൾസ് മെമ്മറീസ് ആൻഡ് ഹീ ഈസ് അൺഅവെയർ ഓഫ് ഇറ്റ്. ഈവൻ എവിഡൻസോടുകൂടി പ്രൂവ് ചെയ്താലും അവൻ വിശ്വസിക്കില്ല. ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ലേ? ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് ആൻഡ് ഇതുവരെ ഇതിൻ്റെ ചികിത്സാ രീതി കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് വി ക്യാൻ ട്രൈ വിത്ത് സം സൈക്കോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്സ്. അണ്ടിൽ ദെൻ പ്ലീസ് ലെറ്റ് ഹിം റെസ്റ്റ്. നിങ്ങൾ അയാളോട് സത്യം പറഞ്ഞേക്കല്ലേ? ഹീ ഈസ് നോട്ട് റെഡി ഫോർ ഇറ്റ്. ഞങ്ങളോട് ആരോടും ഒന്നും പറയാതെ നീ ഇത്രയും നാൾ എവിടെ പോയിരുന്നു? ഇല്ല, എനിക്ക് മെമ്മറി ലോസ് ഒന്നുമില്ല. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അങ്ങനെയോ? 1 വർഷം മുമ്പ് മുതൽ ഇന്ന് വരെ നീ എന്തൊക്കെ ചെയ്തു? JNK കമ്പനിയുടെ ഷെയർ എനിക്ക് നഷ്ടം. 2 വർഷം മുമ്പ് എന്താ ചെയ്തേ? ഹോളിഡേ ആഘോഷിച്ച് പോണ്ടിച്ചേരിയിൽ. നിന്റെ പ്രശ്നം ഇത് തന്നെ. ആർക്കും ഒന്നും കറക്റ്റായി അറിയില്ല. ഇതെല്ലാം ഒരു കള്ളക്കഥയാ. സത്യം എന്താണെന്നറിയില്ല. 1 കൊല്ലത്തിനു മുമ്പ് നീ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. വെറുതെ പറയാ, നീ പറയുന്നതെല്ലാം നുണയാ. ഇങ്ങനെ തന്നെ പറയുമെന്ന് ഡോക്ടർ അന്നേ പറഞ്ഞതാ. അതുകൊണ്ടാണ് നിന്നോടൊന്നും പറയാതിരുന്നത്. നിനക്കെന്നെ ചതിക്കണമെന്ന് വിചാരം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നെ നാട്ടിലേക്ക് പറഞ്ഞുവിടാതെ ഈ ബിസിനസിനെ കുറിച്ച് നീ എന്തിനാ എന്നോട് പറഞ്ഞേ? നീ പോയതിനു ശേഷം എന്നെ കൊണ്ടൊരു പ്ലോട്ട് പോലും വെക്കാൻ കഴിഞ്ഞില്ല. നിന്നെ കണ്ടപ്പോൾ എനിക്ക് ആ പഴയ ധൈര്യം വന്നു. അതുകൊണ്ടാ പഴയതൊന്നും പറയാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 1 വർഷം മുമ്പ് ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ ആരും അറിയാതെ പോയത്? അത് നീ എൻ്റെ പേരിലാ ബിസിനസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ രാഹുലിനെ പറ്റി നീ അറിഞ്ഞ വിവരങ്ങളെല്ലാം നിന്നെ പറ്റിയുള്ളതാ. 1 വർഷം ഞാനെന്തിനാ നിന്റെ ബാനറിൽ ബിസിനസ് ചെയ്യണം? ആ സമയത്ത് എന്നെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ നടന്നിട്ടുണ്ടോ? അറിയില്ല. ഒരു ദിവസം നീ പരിക്കോളോടെ വന്നിരുന്നു. ഈ ഭാനു ആരാ? അവന്റെ ഭാര്യയുടെ കുഴിമാട നീ എന്തിനാ നശിപ്പിച്ചേ? ഭാനു നമ്മുടെ പഴയ കസ്റ്റമറാ. അവൻ വാങ്ങിയ പ്ലോട്ടിന് വെറും ടോക്കൺ അഡ്വാൻസാ തന്നത്. ഇവിടങ്ങളിലുള്ള ശവക്കോട്ടകൾ കൊണ്ടാണ് ശരിക്കും പ്ലോട്ടുകൾ വിൽക്കാൻ പറ്റാത്തത്. എല്ലാം അടിച്ച് പൊളിച്ച് നമ്മളെ പ്ലോട്ടുകൾ വിൽക്കണം. രാഹുൽ, നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്.